ന്യൂസ് ലഞ്ചിൽ വാർത്തകൾ തുടരുകയാണ്. പ്രസംഗവേദി BJP ശുദ്ധീകരിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെക്കായി തെരുവിലിറങ്ങാൻ കോൺഗ്രസ് നാളെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും. നാളെ വൈകിട്ട് ജില്ലാ തലങ്ങളിലടക്കം പ്രതിഷേധിക്കും. ശരത്ലാൽ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. ശരത്ലാൽ, നേരത്തെ സഭയിൽ പാർലമെന്റിൽ അദ്ദേഹം തന്നെയും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. BJP നേതാക്കളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം, JP നദ്ദ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ഒരു രാഷ്ട്രീയ പ്രതിഷേധമായിട്ട് മാറ്റാനാണ് കോൺഗ്രസിന്റെ തീരുമാനം, അല്ലേ? അതെ സനീഷെ, കാരണം കഴിഞ്ഞ 8-ാം തീയതിയാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നടന്ന രാംലീല മൈതാനിൽ നടന്ന കോൺഗ്രസിന്റെ വലിയൊരു പൊതുസമ്മേളനമായിരുന്നു. ആ ചടങ്ങിൽ അവിടെ നടന്ന വേദിയാണ് ശ്രീരാമ സേന അല്ലെ ശ്രീരാമനവമി സംരക്ഷണ സേന എന്ന് പറഞ്ഞൊരു വിഭാഗം ശുദ്ധികലശം നടത്തിയത്. എന്നാൽ ഇത് ഇന്ന് രാജ്യസഭയിൽ ഈ കാര്യം വളരെ വ്യക്തതയോടെ വേദനയോടുകൂടിയാണ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്. താൻ ഒരു ദളിത് വിഭാഗത്തിന് വന്നതുകൊണ്ടാണോ ഇപ്പോഴും രാജ്യത്ത് കൂടായ്മ തീണ്ടൽ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ വികാരഭരിതമായ ഒരു പ്രസംഗമാണ് രാജ്യസഭയിൽ ഖാർഗെ നടത്തിയത്. തുറന്ന് BJP സഭാ നേതാവും കൂടിയായ മുൻ BJP അധ്യക്ഷൻ JP നദ്ദ വളരെ വ്യക്തമായി തന്നെ പ്രതികരിച്ചു. ഇത് BJPയുടെ നയമല്ല, സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ അധ്യക്ഷൻ തന്നെ നേരിട്ട് തന്നെ സംഭവത്തെ അന്വേഷിക്കുമെന്ന ഉറപ്പും നദ്ദ രാജ്യസഭയിൽ നൽകി. അതേപോലെ റൂളിംഗ് ചെയറിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ CP രാധാകൃഷ്ണൻ രാജ്യസഭാ ചെയറും അല്ലെങ്കിൽ രാഷ്ട്രപതി ഈ കാര്യത്തിൽ തൻ്റെ റൂളിംഗ് നൽകി. ഏതായാലും പക്ഷേ അത് വളരെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ജില്ലാ തലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലും മറ്റു ഉപവാസമിരിക്കും, അതുപോലെ പ്രതിഷേധിക്കും. BJP പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. കാരണം പ്രധാനമന്ത്രിയാണ് BJPയുടെ ഏറ്റവും നേതാവ്. അപ്പോൾ BJPയിലെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മാപ്പ് പറയണം, ഖാർഗെയോട് മാപ്പ് പറയണം. BJP ഇത്തരം നടപടികൾ എടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണ്. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാണ് അല്പസമയം മുമ്പ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. എന്നാൽ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രശ്നമായി എടുത്തു കഴിഞ്ഞു. BJP ആവട്ടെ ഈ വിഷയത്തിൽ BJP അകലം പാലിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പ്രവർത്തകരല്ല ഈ സംഭവം നടത്തിയത് എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. BJPൻ്റെ ദേശീയ വക്താവും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മാപ്പാണ് ഇതിനെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സനീഷ്, ശരി, നന്ദി ശരത്ലാൽ ആ വിവരങ്ങൾക്ക്. എന്തായാലും അതൊരു വലിയ രാജ്യവ്യാപക പ്രതിഷേധമായിട്ട് കൊണ്ടുവരാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം.